എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അത് ആരുമാകാം എന്ന് പറയുമ്പോഴും ഇതൊരു ലവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലോ, അതായത് ഒരു ക്രഷ് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി ആയിക്കോട്ടെ നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അത് ആരാണെങ്കിലും എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ മറക്കരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയെ നിങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ്. അതായത് വളരെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുന്നതിന് മുൻപ് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. അതിനുശേഷം നമുക്ക് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ്. അതായത് അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ്. നിങ്ങൾ കുഞ്ഞു കുട്ടിയാണെന്നല്ല, പക്ഷേ നിങ്ങൾ അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെയായിരിക്കാം എങ്കിൽ പോലും ചില സമയത്തെങ്കിലും നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഒരുപാട് അറിവുള്ള ഒരാളാണെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ആ പേഴ്സണും ഒരുപാട് അറിവുള്ള ഒരാളായിരിക്കാം, പക്ഷേ നിങ്ങളുടെ അറിവ് അത് വളരെ വലുതാണ്. അതുപോലെ നിങ്ങൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ആ പേഴ്സൺ അത്രയും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് സംസാരിക്കുന്നത് എന്നാണ് ആ പേഴ്സൺ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അതായത് നിങ്ങൾ ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ കൂടി നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്നസെൻ്റ് ആണെങ്കിൽ അറിവില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് വളരെ വലുതാണെന്നാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള നല്ല നല്ല കാര്യങ്ങൾ എന്താണെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തണമെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. ഇനി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ ഒരു പ്രാധാന്യം ആ പേഴ്സൺ മനസ്സിലാക്കണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട പ്രാധാന്യം ആ പേഴ്സൺ തരണമായിരുന്നു. അതിന് ആ പേഴ്സണ് കഴിയാത്തത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. കാരണം ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആ ആൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ആ ആൾ നമുക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാധാന്യം നമ്മളും തിരിച്ചു കൊടുക്കണം എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമാണ്. ഇനി ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എന്താ പറയുന്നത്, സന്തോഷം കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതായത് ആ പേഴ്സൻ്റെ ജീവിതത്തിലുണ്ടായ നല്ല നല്ല കാര്യങ്ങൾ, അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളാണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്താനാണ് ആ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യം. അതായത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ സന്തോഷിക്കുക. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ, അതായത് നമ്മുടെ കയ്യിൽ ഇതില്ല അതില്ല അങ്ങനെ ചിന്തിക്കാതെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത് ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ, ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ, ആ പേഴ്സൻ്റെ ജീവിതത്തിലുണ്ടായ
അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അതിൽ ആ പേഴ്സൺ ഇപ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്ന്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും പറയുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആരോടോ ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഇനി ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ആരോടെങ്കിലും പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, ആ വ്യക്തി നിങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാകുന്നത് ഈ ഒരു കാര്യം, അതായത് ആ വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എപ്പോഴും നിങ്ങളങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ വ്യക്തി നിങ്ങളെ മറന്നോ, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾ സ്നേഹിക്കുന്ന അത്രത്തോളം സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടും ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത്. നിങ്ങളങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേൾക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ആ വ്യക്തി എത്രത്തോളമാണോ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് അത്രത്തോളം തന്നെ ഇപ്പോഴും ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കത് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമാണ്, ഇത് ശരിയായിരിക്കുമോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറന്നോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും അല്ല എങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറയുന്നതല്ല, മറ്റാരും പറയുന്നതല്ല, നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അതിന് സാധിക്കണമെന്നില്ല, പക്ഷേ എങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എല്ലായ്പ്പോഴും നിങ്ങൾക്കതിന് സാധിക്കണമെന്നില്ല, പക്ഷെ കഴിയുന്നത് പോലെ ശ്രമിക്കുക. അവർക്കും അതിന് സാധിക്കണമെന്നില്ല, കാരണം അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളെ എത്രത്തോളമാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് നിങ്ങൾ വിശ്വസിക്കുക. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ വ്യക്തി വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്, ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. ആ വ്യക്തി നിങ്ങളെ എത്രത്തോളമായിരുന്നോ സ്നേഹിച്ചിരുന്നത് അത്രത്തോളം തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണോ സ്നേഹിച്ചിരുന്നത് അത്രത്തോളം തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക്, അതായത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലല്ല, പക്ഷെ ആ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ ഞാൻ പറയാൻ പോകുന്നത് എന്നറിയാനായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, അതായത് ഈ റീഡിംഗ് കാണുന്നത്. എന്തായാലും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി നമുക്ക് നോക്കാം, ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്ന് നമുക്ക് നോക്കാം. വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്,
മേ ബി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ആ പേഴ്സണോട് ചോദിക്കുമായിരിക്കാം ആ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന്. എപ്പോഴും ചോദിക്കില്ലെങ്കിലും നിങ്ങൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിലും നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ എത്രത്തോളമാണ് ആ വ്യക്തി സ്നേഹിക്കുന്നതെന്ന്. അപ്പോൾ ആ വ്യക്തി അതിനുള്ള ഉത്തരവും തന്നിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടവും ആ വ്യക്തിയോട് തുറന്ന് പറയണം. അതായത് നിങ്ങൾ എത്രത്തോളമാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളും തുറന്ന് പറയണം. എപ്പോഴും ആ വ്യക്തി മാത്രം പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളും നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തിയോട് തുറന്ന് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കാറുണ്ടായിരിക്കാം എന്നെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങളെ ആ വ്യക്തി എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടായിരിക്കാം. പക്ഷേ അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളതിന് ഉത്തരം കൊടുക്കാറുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ് വിചാരിക്കുന്നത്. ആ വ്യക്തി ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അതിന് ഉത്തരം ലഭിക്കാറില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടവും ആ വ്യക്തിയോട് തുറന്ന് പറയണം എന്ന് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ കൂടി നിങ്ങളത് തുറന്ന് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം അത് കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒത്തിരി സന്തോഷമാകാറുണ്ട്. അതായത് ആ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് ആ വ്യക്തി നിങ്ങളോട് പറയുമ്പോൾ, ആ വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടോ ആ ഒരു സന്തോഷം ആ വ്യക്തിക്കും ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് നിങ്ങൾ ആ വ്യക്തിയോട് പറയണം എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ ആഗ്രഹം നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാണ്. കാരണം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.